നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് ക്യുസീൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയാണ്, ചക്ക എരിശ്ശേരി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാനിവിടെ കുറച്ച് പച്ച ചക്കച്ചോള ഉള്ളിലെ കുരു മാറ്റി എടുത്തിട്ടുണ്ട്. ഇതിന് ഇങ്ങനെ കുറുകെ മുറിക്കണം. കുറച്ച് കനം കുറച്ച് കുറുകെ മുറിക്കാം. ചക്കച്ചോള മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്തൊരു ചട്ടിയിലേക്ക് ഇടാം. ഇതിന്റെ കൂടെ ചേർക്കാൻ വേണ്ടി കുറച്ച് ചക്കക്കുരു മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇതിലേക്ക് ഇടാം. ഇതിന് വേവിച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ജസ്റ്റ് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തീ കത്തിക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് തീ കുറച്ച് വേവിച്ചെടുക്കാം. ഇതിൽ എരിവിന് വേണ്ടി കുരുമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് എരിവിന് വേണ്ടുന്നത്ര കുരുമുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ എടുത്ത ചക്ക, ഈ മുറിച്ച ചക്ക ഏകദേശം 1 കപ്പ് ഉണ്ടാവും. ചക്ക വേവുന്ന സമയം മുളിശത്തിലേക്ക് ചേർക്കേണ്ട തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. 2-3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കി ചെയ്യാം. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ചതച്ച ഭാഗത്തിന് അരച്ചെടുക്കാം. ഇതിപ്പം ചതച്ച ഭാഗത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചക്ക വെന്ത് വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ 1-2 വട്ടം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇങ്ങനെ കുറച്ച് ഉടഞ്ഞ പാകത്തിനാവണം. ഇത് അധികം ഉടയാത്ത ടൈപ്പ് ചക്ക ആയതുകൊണ്ട് ഇത്രയും ഉടയുള്ളൂ. തവി കൊണ്ട് ചെറുതായി ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി തേങ്ങ അരച്ചെടുത്ത് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഒന്ന് ചൂടാക്കി എടുക്കാം. തേങ്ങ ചേർത്താൽ അധികം തിളക്കണ്ട. ഒരു സൈഡിൽ നിന്ന് തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഇതിപ്പം സൈഡിൽ നിന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചിടണം. അതിനു മുമ്പ് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. മൊളീശം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കടുക് താളിക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്തൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1-2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഫ്രഷ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കടുക് താളിച്ചെടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് തേങ്ങ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് കറിയിലേക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ കാസർഗോഡ് സ്റ്റൈൽ ചക്ക മുളിശം റെഡിയാണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്